Hi everyone. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന പുസ്തകത്തിലെ ബ്ലോക്ക് 1-ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ എപ്പിസ്റ്റമോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആൻഡ് ക്രിയേഷൻ ഓഫ് ന്യൂ ഹിസ്റ്റോറിക്കൽ നോളജ് എന്നുള്ള മൊഡ്യൂളാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഹിസ്റ്ററി എന്നുള്ളതും അതിന്റെ എപ്പിസ്റ്റമോളജിക്കൽ ആസ്പെക്റ്റും എങ്ങനെയാണ് നോളജ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ ഇതിന്റെ ഇന്റർ ഡിസിപ്ലിനറി ആസ്പെക്റ്റുകളെ കുറിച്ചൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചരിത്രം പഠിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു തലമുറയുണ്ട്. അപ്പം അവരുടെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പാസ്റ്റ് ഇവന്റ്സുകളും സൊസൈറ്റികളും അതുപോലെ പീപ്പിൾസും എല്ലാം നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കഴിഞ്ഞുപോയ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നും എന്തെല്ലാം കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഹിസ്റ്ററി എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ആ ഹിസ്റ്ററിയിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മൾ ഇപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞ കാലഘട്ടം നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുണ്ട്. അപ്പം ഹിസ്റ്റോറിയൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിന്റെ ബിഹൈൻഡിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ. പല കാര്യങ്ങളെയും കളക്ട് ചെയ്തുകൊണ്ട് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഡോക്യുമെന്റ്സ് ആയിരിക്കാം, കോയിൻസ് ആയിരിക്കാം, പോയിട്രികളായിരിക്കാം, അതുപോലെ പോട്രികളായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളെയും കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അത് ശേഖരിച്ചുകൊണ്ടാണ് ഒരു ഹിസ്റ്ററി രൂപപ്പെടുത്തിയെടുക്കുന്നത്. മാക്സിമം അവരുടേതായിട്ടുള്ള ബയാസുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് ഇല്ലാതെ തന്നെ ആയിരിക്കണം ഹിസ്റ്ററി എന്നുള്ള ഒരു സംഭവം സൊസൈറ്റിയിലേക്ക് എത്തിക്കേണ്ടത്. കാരണം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഇത് മനസ്സിലാക്കുന്നതും ശരിയായ രീതിയിലായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ചരിത്രകാരന്മാർ പല വസ്തുക്കളിൽ നിന്നും പല കാര്യങ്ങളും ശേഖരിച്ചുകൊണ്ടാണ് ഒരു ഹിസ്റ്ററി രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ ബയാസുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാടധികം തെളിവുകൾ അവർ വീണ്ടും 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 റിസർച്ച് ചെയ്തുകൊണ്ടാണ് ഹിസ്റ്ററിയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതാണ് ഇതിന്റെ എപ്പിസ്റ്റമോളജിക്കൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പിസ്റ്റമോളജി എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് അണ്ടർസ്റ്റാൻഡ് ഹൗ വി ഗെയിൻ നോളജ് ആൻഡ് നോ ഇഫ് ഇറ്റ് ട്രൂ. അതായത് നമ്മൾ ഗെയിൻ ചെയ്യുന്ന നോളജിനെ നമ്മൾ മനസ്സിലാക്കുക, അതുപോലെ അത് സത്യമാണോ എന്നുള്ളത് കൊണ്ട് തിരിച്ചറിയുക എന്നുള്ളതാണ് എപ്പിസ്റ്റമോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ജ്ഞാനശാസ്ത്രം എപ്പിസ്റ്റമോളജി എന്നത് നമുക്ക് അറിവ് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും അത് ശരിയാണോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഒരു റിട്ടൺ ആയിട്ടുള്ള സംഭവമാണ് കിട്ടുന്നത്. അപ്പോൾ അത് പല ആളുകളും പഠിച്ചിട്ട് നമ്മളിലേക്ക് എത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഈ റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുമ്പ് ഇവർ ഒരുപാട് കാര്യങ്ങളെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ശരിയാണോ അല്ലയോ എന്നുള്ളതിനെ നോക്കുക എന്നുള്ളതാണ് എപ്പിസ്റ്റമോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ദ നാച്ചർ ഓഫ് നോളജ്. അതായത് കിട്ടുന്ന ആ ഒരു നോളജിന്റെ നാച്ചറിനെ പഠിക്കുക എന്നുള്ളതാണ് എപ്പിസ്റ്റമോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അത് ട്രൂ ആണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുകയും കൂടെ വേണം. ഇനി നമ്മൾക്ക് കാലാതീതമായി പല കാര്യങ്ങളെ കുറിച്ചും നമുക്ക് അറിവുകളുണ്ട്. ചിലപ്പോൾ അത് കടങ്കഥകളായിരിക്കാം, അല്ലാത്ത സംഭവങ്ങളായിരിക്കാം. എന്തൊരു കാര്യമാണെങ്കിലും അതുപോലെ മനുഷ്യന്റെ സ്ട്രക്ചറും പ്രോസസ്സും കാര്യങ്ങളും എല്ലാം എപ്പിസ്റ്റമോളജിയുടെ ഭാഗമാണ്. കാരണം നമ്മൾ പല കാര്യങ്ങളും കേട്ടും കണ്ടു അറിഞ്ഞിട്ടും ഗെയിൻ ചെയ്തെടുക്കുകയാണ് നോളജുകൾ. ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടായിരിക്കാം, എങ്കിൽ നമ്മൾ കഠിനമായി ചിന്തിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പല സംഭവങ്ങളും ഡിസ്കവർ ചെയ്തിട്ടായിരിക്കാം, പല ട്രൂത്തുകളും കണ്ടെത്തിയിട്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ പല മിസ്റ്ററീസുകളും പല നിഗൂഢതകളും പരിഹരിച്ചുകൊണ്ടായിരിക്കാം പല സംഭവങ്ങളും നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം ഈ നോളജുകളെ കണ്ടെത്തുക എന്നുള്ളത് എപ്പിസ്റ്റമോളജിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സും പൊട്ടൻഷ്യലും നമുക്ക് ഒരു നോളജ് ലെവൽ ഉണ്ടായിരിക്കും, ഇത്രത്തോളം അറിവ് ഉണ്ടായിരിക്കും ഒരു കാര്യത്തിനെ പറ്റിയിട്ട്. അപ്പം അതിനെല്ലാം പരിശോധിക്കുക എന്നുള്ളതും അത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കുക എന്നുള്ളതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്? ഈ എപ്പിസ്റ്റമോളജിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ എപ്പിസ്റ്റമോളജിയുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് ഈ നോളജിന്റെ നാച്ചറും തിയറിയും ഫൗണ്ടേഷനും ഒക്കെ തന്നെയാണ്. ഈ ഒരു കിട്ടുന്ന നോളജ് ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അതിന്റെ ഒരു തിയറി പാർട്ടോ അതിന്റെ നാച്ചറും ഒക്കെ പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത്. അതുപോലെ അത് ഉൾക്കൊള്ളുന്ന വിവിധങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഓരോ നോളജുകളും നമുക്ക് കിട്ടുന്നത് വിവിധ സാഹചര്യങ്ങളിൽ നിന്നാണ്. അപ്പം ആ സാഹചര്യങ്ങളെ പരിശോധിക്കുക, അതുപോലെ
ഓരോ വിഷയത്തിന്റെയും പരിമിതികളും സാധ്യതകളും മനസ്സിലാക്കുക എന്നുള്ളതും എന്തിന്റെ ഭാഗമാണ്? ഒരു എപ്പിസ്റ്റമോളജിയുടെ പ്രൈമറി കൺസേൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഹിസ്റ്ററിയിൽ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ഒരു മോണുമെന്റ്സ് ആണ് അജന്ത എല്ലോറ കേവ്സ് എന്ന് പറയുന്നത്. അപ്പം അതിലെ ആ ഒരു ഗുഹ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ആ ഗുഹകളിലുള്ള ഒരുപാട് ക്രാഫ്റ്റുകളായിട്ടും ചിത്രങ്ങളായിട്ടും അത് അവരുടെ സംസ്കാരങ്ങൾ എന്താണെന്നുള്ളതും നമുക്ക് അതിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കളക്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഒരു ട്രൂ നോളജ് ആണ്. നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും നോളജിനെ ഗെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രൂ ആയ കാര്യത്തിന്, അതായത് ഇഫ് ഇൻ ട്രൂ, അതായത് അങ്ങനെ ഒരു മോണുമെന്റ്സ് ഉണ്ട്, അതായത് അജന്ത എല്ലോറ കേവ്സ് മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു കേവ് ഉണ്ട്. അപ്പം അതിലുള്ള പോട്രികളായിക്കോട്ടെ, അതിൽ അനാവരണം ചെയ്തിട്ടുള്ള അവരുടെ സൊസൈറ്റിയെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ട്രൂ ആണ്. അപ്പം വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒരു നോളജിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം അതിലൂടെ ഒരു ഹിസ്റ്ററിയെ, പണ്ടത്തെ ഭൂതകാലത്തെ അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിനെ റീക്രിയേറ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ എപ്പിസ്റ്റമോളജി അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ടൈം ട്രാവൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരോ സംഭവങ്ങളിലേക്കും സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ആ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പണ്ട് തൊട്ടേ ഈ അറിവുകൾ എങ്ങനെയാണ് ഇന്ന് കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു ടൈം ട്രാവൽ വളരെയധികം അത്യാവശ്യമാണ്. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹിസ്റ്ററിയെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടപ്പെടലുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കും. കാരണം നമുക്ക് കിട്ടുന്ന സോഴ്സുകൾ പലപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. കാരണം ആ ഒരു സൊസൈറ്റി എങ്ങനെയാന്ന് നമുക്ക് കംപ്ലീറ്റ്, ഇപ്പൊ നമ്മളെന്നൊരു സൊസൈറ്റി കഴിഞ്ഞു പോയാല് ഇനിയുള്ള തലമുറ നമ്മളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് നമ്മളെ കുറിച്ച് ചിലപ്പം അറിവ് ലഭിച്ചോളണം എന്നില്ല. കാരണം പല കാര്യങ്ങളും മിസ്സായി പോയിട്ടുണ്ടാകും. അപ്പം ഒരു ചെറിയൊരു കാര്യത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. പക്ഷെ പരമാവധി സത്യമായിട്ടുള്ള കാര്യങ്ങളെ, അതുപോലെ തന്നെ പല പല തെളിവുകളിൽ നിന്നും ഡോക്യുമെന്റ്സിൽ നിന്നും അറിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഒരു ഹിസ്റ്ററിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് മേജർ ആയിട്ടുള്ള ചില ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആണ്, ഒരു ഹിസ്റ്റോറിയൻസിനും പാസ്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന സോഴ്സ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും പാസ്റ്റിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല. അതുപോലെ നമുക്ക് കിട്ടുന്ന തെളിവുകൾ, ഹിസ്റ്റോറിയൻസിന് കിട്ടുന്ന തെളിവുകൾ അവർ അവരുടേതായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അതിന് ശരികൾ ഉണ്ടാകാം, തെറ്റുകൾ ഉണ്ടാകാം. അതാണ് ഇതിന്റെ രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ പാസ്റ്റിലേക്ക് നമുക്ക് ഒരു ഹിസ്റ്റോറിയൻസിനും ഡയറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനും ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെ ഓരോ ഹിസ്റ്റോറിയൻസും ഓരോ സംഭവത്തെ വ്യാഖ്യാനിക്കുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഇതിലുണ്ടാകും, ചരിത്രത്തിലുണ്ടാകും. ഇനി അടുത്തത്, ഏതെല്ലാം രീതിയിലാണ് ഹിസ്റ്റോറിയൻസ് നോളജിനെ കളക്ട് ചെയ്യുന്നത്, എന്തെല്ലാം സോഴ്സുകളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ ഒന്നാണ് എംപിരിസിസം ആൻഡ് നെക്സ്റ്റ് വൺ റാഷണലിസം. എംപിരിസിസം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. നേരിട്ട് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ സെൻസിലൂടെ നമ്മൾ തൊട്ടും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്തെടുക്കുന്ന സംഭവത്തിനെയാണ് എംപിരിസിസം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് എംപിരിസിസം എന്ന് പറയുന്നത്. അപ്പോ അതിലുള്ള സംഭവങ്ങളെ മാക്സിമം ട്രൂ ആയിരിക്കും. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കുന്ന സംഭവങ്ങളായതുകൊണ്ട് തന്നെ അത് ട്രൂ ആയിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അർജുൻ എന്ന ഒരു ആർക്കിയോളജിസ്റ്റ്, അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇത്തരത്തിലുള്ള പുരാതനമായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം സെലക്ട് ചെയ്തത് എംപിരിസിസം ആണ്. അപ്പം ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടുത്തെ എല്ലാ മൺപാത്രങ്ങള്, ലിഖിതങ്ങള്, പല കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ ലാബിൽ നിന്നിട്ട് അദ്ദേഹം ആ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ ഒരു ടെമ്പിൾ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തെടുത്തത് പല കാര്യങ്ങളും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പം എംപിരിസിസം എന്നുള്ളത് അനുഭവവാദം, അതായത് നമ്മുടെ സെൻസിലൂടെ അറിയുന്ന സംഭവങ്ങളാണ്, എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവത്തിനാണ് നമ്മൾ എംപിരിസിസം എന്ന് പറയുന്നത്. അടുത്തതാണ് റാഷണലിസം.
റാഷണലിസം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരിക്കലും ഇമോഷൻസിനെയോ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെയോ അല്ല, നമ്മൾ ലോജിക്കിനെയാണ്, നമ്മൾ യുക്തിസഹജമായി ചിന്തിക്കുന്ന കാര്യങ്ങളെയും നമുക്ക് ലോജിക്കലി ആ കാര്യത്തിലൂടെ നേടിയെടുക്കുന്ന സംഭവങ്ങൾ, യുക്തിക്കും അറിവിനും നിരക്കുന്ന അതിന് യോജിക്കുന്ന സംഭവങ്ങളെയാണ് റാഷണലിസം ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പ്ലാറ്റോ, അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്. അദ്ദേഹം മെയിനായിട്ടും ഈ ലോജിക്കൽ റീസണിങ്ങിനെയായിരുന്നു അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അതിലുള്ള അറിവ് ഏറ്റവും നല്ല ഒരു വേ എന്ന് പറയുന്നത് ലോജിക്കായിട്ടുള്ള സംഭവങ്ങൾ, യുക്തിക്ക് നിരക്കുന്ന സംഭവങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള സോഴ്സ് ഓഫ് നോളജുകളെ സെലക്ട് ചെയ്താൽ മാത്രമേ ഹിസ്റ്റോറിയൻസിന് നല്ലൊരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനും അത് ഒരു ഇപ്പോഴത്തെ പ്രസന്റ് സൊസൈറ്റിയിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞുപോയ ഹിസ്റ്ററി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പസിൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പല കാര്യങ്ങളെയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഹിസ്റ്ററി എന്നുള്ള സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോക്യുമെന്റ്സ് ആയിരിക്കാം, പോട്രികളായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും കഥകളായിരിക്കാം. ഇത്തരം സംഭവങ്ങളൊക്കെ ഹിസ്റ്റോറിയൻസ് കളക്ട് ചെയ്തെടുക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം കളക്ട് ചെയ്ത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു ഹിസ്റ്ററിയെ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം അവരുടെ ചില ഊഹാപോഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ മാക്സിമം അവർ എന്ത് ചെയ്യുന്നുണ്ട്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ചില പസിലുകൾ, ചില കാര്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ചരിത്രപരമായിട്ടുള്ള ചില അറിവുകളെ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ പുരാവസ്തു ഗവേഷകർക്ക് മുൻകാലങ്ങളിൽ ഡീകോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അതിനെയെല്ലാം കളക്ട് ചെയ്തിട്ട് ഇപ്പത്തെ സാങ്കേതിക വിദ്യകൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ വന്നു. അപ്പൊ നമുക്ക് പല ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളെയും കളക്ട് ചെയ്യാൻ പെട്ടെന്ന് തന്നെ സാധിക്കും. അപ്പോൾ മാക്സിമം അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല നല്ല കാര്യങ്ങളെ കളക്ട് ചെയ്തിട്ട് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചരിത്രകാരന്മാരും അതുപോലെ തന്നെ ഇതിനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പല ആളുകളും ഇവരെ രണ്ടുപേരും കൂടെ സംയോജിക്കുമ്പോൾ ഹിസ്റ്ററിക്ക് നല്ല ഒരു ആശയങ്ങളും ഒരു ചരിത്ര വീക്ഷണവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് അവഗണിക്കപ്പെട്ട ഒരുപാട്, അതായത് ഹിസ്റ്ററി ആയിട്ട് പഠിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്നുള്ള കാര്യങ്ങളെയും കൂടെ നമുക്ക് ഹിസ്റ്ററിയിലേക്ക് ഉൾപ്പെടുത്താൻ ഇവരുടെ ഒരു കോർപ്പറേഷൻ എന്നുള്ളത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഹിസ്റ്ററി, അതായത് നമ്മുടെ ചരിത്രം എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ പണ്ട് കാലത്തുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പുതിയ അറിവിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, പല കാര്യങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട്. അതാണ് ചരിത്രകാരന്മാർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇനി ഹിസ്റ്റോറിയൻസും ഫാക്ട്സും തമ്മിലുള്ള ഒരു കണക്ഷനാണ് നോക്കുന്നത്. അപ്പം ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിറ്റക്റ്റീവാണ്. സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് കിട്ടും, എന്ത് പഠിക്കും എന്നതിനെ പറ്റിയിട്ട് അവര് കൂടുതലായിട്ടും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഫാക്ട് എന്ന് പറയുന്ന സംഭവം ഒരു നിജപ്പെടുത്തിയ ഒരു സംഭവമാണ്. അത് ചേഞ്ച് ആവില്ല. പക്ഷെ ആ ഫാക്ടിന്റെ ബിഹൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ഇത് സ്റ്റേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഈ ഒരു ഫാക്ട് മാത്രം കൊണ്ട് നമുക്കൊരു ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം അതിന്റെ ബിഹൈൻഡിൽ നിന്ന് പഠിക്കുമ്പോൾ മാത്രമേ ആ ഒരു ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഒരു ഫാക്ടിനെ വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമാണ്, അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ മാത്രമാണ് ഫാക്ടിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത്. അതുവരെ ഫാക്ട് ഒരു സംഭവം ഉണ്ട്, എക്സിസ്റ്റിംഗ് ആണ്, പക്ഷെ അതിന്റെ ബിഹൈൻഡിൽ എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം ഇതിന് കൂടുതലായിട്ട് സ്റ്റേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചരിത്രകാരന്മാരുടെ മുഖ്യമായ പങ്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വസ്തുതകൾ ശേഖരിച്ചുകൊണ്ട് ഒരു അർത്ഥതലം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഹിസ്റ്റോറിയൻസിന്റെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. അപ്പോൾ മുൻകാല സംഭവങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവര് കൂടുതൽ കളക്ട് ചെയ്യുകയും ഒരു സമൂഹം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ അവര് സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള ഒരു പ്രസന്റ് സൊസൈറ്റിയിലേക്ക് എത്തിക്കുമ്പോൾ അത് കൂടുതൽ ഒരു സത്യമുള്ള ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഇനിയുള്ള സൊസൈറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത്.
അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഹിസ്റ്റോറിയൻസും ഫാക്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതെന്താ, നമ്മുടെ സൊസൈറ്റി ആയിട്ട് ഏറ്റവും കൂടുതൽ കണക്ട്, ആ ഒരു സൊസൈറ്റിയെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഫാക്ട് വേണം. ഈ ഫാക്ടിനെ കൂടുതൽ സ്റ്റേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹിസ്റ്ററിയെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി. അതായത് ഹിസ്റ്ററി എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളായിട്ട്, ഒരുപാട് സബ്ജക്റ്റുകളായിട്ട് കണക്റ്റഡ് ആണ്. അതിൽ ആർക്കിയോളജി വരും, ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, സൈക്കോളജി, ആന്ത്രോപോളജി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഒരു പൊതു വിഷയത്തിൽ ഒന്നിലധികം ഫീൽഡുകളെ നമ്മൾ സംയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനാണ് നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. തമ്മിൽ കണക്ട് ചെയ്യാണ്. അപ്പം നമ്മളിപ്പോ ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി നടത്താനും നോക്കുമ്പോൾ മറ്റു പല വിഷയങ്ങളും ഇതിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും ഒരു മൈന്യൂട്ട് ഗ്യാപ്പ് പോലും ഉണ്ടെങ്കിൽ നമുക്ക് അത് റിക്കവർ ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് പെർഫെക്ഷനിലേക്ക് ആ ഒരു ഹിസ്റ്ററിയെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് സങ്കീർണമായ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതുപോലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ മറ്റു പല തലങ്ങളിൽ നിന്നും അതിലേക്ക് ആശയങ്ങളെ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഹിസ്റ്ററിയെ നമുക്ക് കംപ്ലീറ്റ് ആക്കാനും അതുപോലെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവരാനും സാധിക്കും. അതുപോലെ നമുക്ക് ചില വിഷയങ്ങളിൽ കൂടുതൽ സമഗ്രമായിട്ടുള്ള ധാരണകൾ ആവശ്യമുണ്ടാകും. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എങ്ങനെ ഇതിനൊരു സൊല്യൂഷനിലേക്ക് എത്തിപ്പെടും എന്നുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ ചില വിഷയങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുമ്പോൾ കൂടുതൽ ധാരണ കിട്ടും. ഇപ്പൊ ഗവേഷണം നടത്താനും ഒരു ഗവേഷണ ചോദ്യത്തിന് ഉത്തരം നൽകാനും ഈ ഹിസ്റ്റോറിയൻസ് ഒന്നിലധികം പഠന മേഖലകൾ ഉപയോഗിക്കും. അതായത് ഒരു എൻവിറോൺമെന്റൽ െ പറ്റിയിട്ട് സ്റ്റഡി നടത്തുന്ന ഒരാൾ ബയോളജി ആയിട്ടും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം, ഇതിനൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പഠനത്തിന് കൂടുതലായിട്ടുള്ള ഒരു ഡെപ്ത് കിട്ടും. അപ്പൊ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഹിസ്റ്ററിക്ക് ഏറ്റവും കൂടുതൽ ഡെപ്ത് ലഭിക്കാൻ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എപ്പിസ്റ്റമോളജി, അതായത് ആദ്യം നമ്മൾ ഹിസ്റ്ററി എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കി നമ്മൾ പാസ്റ്റിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ എപ്പിസ്റ്റമോളജിക്കൽ എക്സ്പെർട്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന സംഭവങ്ങൾ, നമ്മൾ നോളജ് എങ്ങനെ ഗെയിൻ ചെയ്തെടുക്കുന്നു എന്നും ഈ പഠിപ്പിക്കുന്ന സംഭവങ്ങൾ എത്രത്തോളം അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന ഹിസ്റ്റോറിയൻസ് പഠിച്ചെടുക്കുന്ന സംഭവങ്ങൾ എത്രത്തോളം ട്രൂ ആണ് എന്നുള്ളതിനെയും നമ്മൾ വിലയിരുത്തുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു നോളജ്, ഹിസ്റ്റോറിക്കൽ നോളജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അടുത്തത്. അതായത് പല കാര്യങ്ങളെയും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഒരു നോളജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് പല ഫാക്റ്റുകളെയും തമ്മിൽ കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു നോളജ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി എന്നുള്ളതിനെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. കാരണം നമ്മളെ ബിഹൈൻഡിൽ മറിഞ്ഞെടുക്കുന്നതാണ് പല സംഭവങ്ങളും നമുക്ക് അറിയില്ല. അപ്പൊ പല സംഭവങ്ങളെയും കളക്ട് ചെയ്തുകൊണ്ടാണ് ഹിസ്റ്റോറിക്കൽ നോളജ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. അത് നമ്മുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഗവേഷണം നടത്തണമെങ്കിൽ പല മേഖലകളിൽ നിന്നുള്ള കാര്യങ്ങളെ നമുക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ആ ഒരു ഗവേഷണത്തിന് കൂടുതൽ അർത്ഥം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അപ്പോൾ ഫസ്റ്റിലെ ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്.